ഹായ് ഫ്രണ്ട്സ്, ഡൊമിനോ ദീപക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ട്രിവാൻഡ്രത്ത് ഏറ്റവും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഒരു റെസ്റ്റോ ബാറിന്റെ വിശേഷങ്ങളാണ്. ട്രിവാൻഡ്രം സ്റ്റാച്യുവിൽ മൗര്യ ഹോട്ടലിന്റെ തൊട്ടടുത്തായിട്ട് ട്രാൻസ് റെസ്റ്റോ ബാർ എന്നും പറഞ്ഞിട്ട് ഏറ്റവും പുതിയതായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയുടെ ഹൃദയഭാഗമായ സ്റ്റാച്യുവിൽ നിന്നും ജനറൽ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന ആ വൺ വേ റോഡിലാണ് ഈ ട്രാൻസ് എന്ന് പറയുന്ന റെസ്റ്റോ ബാർ സ്ഥിതി ചെയ്യുന്നത്. എന്താണെങ്കിലും നമുക്ക് ആദ്യം ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഈ റെസ്റ്റോ ബാർ ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്യാം. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ട്രാൻസിൻ്റെ ഒരു ബാഡ്ജിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 2 നിലകളിലായിട്ടാണ് ഈ റെസ്റ്റോ ബാർ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു റെസ്റ്റോ ബാറിന് വേണ്ടുന്ന രീതിയിലുള്ള ആ ഒരു ഡിം ലൈറ്റിങ്ങും അതുപോലെ നിറയെ കളർഫുൾ ആയിട്ടുള്ള LEDസോട് കൂടിയിട്ടാണ് ഈ വാൾസും അതുപോലെ റൂഫും ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഭയങ്കര വൈബ്രന്റ് കളേഴ്സിലുള്ള പെയിന്റിങ്സും ഒക്കെ നമുക്ക് ഇവിടെ കാണാം. നിറയെ ഫ്ലൂറസെന്റ് ആ ഒരു കളർ തീമൊക്കെ കൊടുത്തിട്ടാണ് പെയിന്റിങ്സ് ഒക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ് ഇവിടെയും നിറയെ പെയിന്റിങ്സ് ഉണ്ട്. എല്ലാം ആ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സിലാണ്. ഇത് കംപ്ലീറ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ചെയ്തിട്ട് ആ ഒരു വൈബ്രന്റ് തീം കൊണ്ടുവന്നേക്കാണ്. കാണാൻ ഭയങ്കര രസമല്ലേ. അപ്പൊ ഇവിടെ ഇവർക്കൊരു ഇൻഡോർ ഡൈനിങ് സ്പേസും അവൈലബിൾ ആണ്, അതുപോലെ ഒരു ഔട്ട്ഡോർ ഡൈനിങ് സ്പേസും ഉണ്ട്. ഇവരുടെ വാൾസ് പോലെ തന്നെ ഭയങ്കര പ്രത്യേകതയാണ് ഇവരുടെ ആ ഒരു റൂഫിനും. കംപ്ലീറ്റ് LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു സ്പേസിന്റെ തീമൊക്കെ വരത്തക്ക രീതിയിലാണ് അവരത് ചെയ്തേക്കുന്നത്. ഇതിന്റെ കളേഴ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഇതിപ്പോൾ പകലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, നൈറ്റിലാണ് ഇവിടെ വന്ന് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ സൺലൈറ്റ് ഇല്ലാത്ത സമയത്ത് ഈ റൂഫ് ടോപ്പിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. ആ കളേഴ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നത് നമുക്കൊരു പ്രത്യേക ഒരു വൈബ്രന്റ് ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആ ഔട്ട്ഡോർ ഡൈനിങ് സ്പേസ് ആണ് ഈ കാണുന്നത്. വളരെ വിശാലമായിട്ട് നല്ല രീതിയിൽ അവരവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ചുറ്റിനും നിറയെ പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ഗ്രീനറിയും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെയും ഈ പറഞ്ഞ പോലെ നൈറ്റിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു ലൈറ്റ് സിസ്റ്റവും അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിക്കും എല്ലാം കൂടെ ആവുമ്പോഴത്തേക്ക് ശരിക്കും ആ ഒരു പ്രത്യേക ഒരു ഫീലിലിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാനായിട്ട് സാധിക്കും. എനിക്ക് ഇവരുടെ ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഇടയിലെല്ലാം ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ വെച്ചേക്കുന്നതുകൊണ്ട് അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. നോർമലായിട്ടുള്ള ഒരു ബാറിൽ നിന്നും എന്താണ് ഒരു റെസ്റ്റോ ബാറിന്റെ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മെയിനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേപോലെയുള്ള ഫുഡ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് പലതരത്തിലുള്ള സ്നാക്സും അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്റ്റാർട്ടേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. പിന്നെ വെറൈറ്റി ഓഫ് കോക്ടെയിൽസ്, മോക്ടെയിൽസ് എല്ലാം ഇവിടെ ലഭിക്കും. അതുകൂടാതെ പിന്നെ ഇതുപോലെയുള്ള ഔട്ട്ഡോർ ഡൈനിങ് സ്പേസും നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഔട്ട്ഡോർ ഡൈനിങ് സ്പേസിൽ ഇങ്ങനെ കോംബോ ചോയ്സ് എന്നും പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള കോമ്പിനേഷൻ ഫുഡൊക്കെ നമുക്ക് ഈ റെസ്റ്റോ ബാറിൽ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആ ഒരു വാഷ് യൂണിറ്റിന് തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കളർ തീമോട് കൂടിയാണ് ഇവർ ചെയ്തേക്കുന്നത്. ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ ആ ഔട്ട്ഡോർ സ്പേസിലല്ല ഇരിക്കുന്നത്, ഇവരുടെ ഇൻഡോർ സ്പേസിലാണ്. കാര്യം പുറത്ത് അത്യാവശ്യം നല്ല ചൂട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓൺ ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഒട്ടും റഷ് ഇല്ല. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു ടൈം ചൂസ് ചെയ്തത്. വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് എല്ലാ ടേബിളും കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. നമുക്ക് ബുക്ക് ചെയ്യാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സീറ്റ് കിട്ടണമെന്നില്ല. കാര്യം ഇതിപ്പോൾ ട്രിവാൻഡ്രത്തെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റെസ്റ്റോ ബാറാണ്. ഞാൻ ഇവരുടെ മെനു ഒക്കെ ഒന്ന് നോക്കിയായിരുന്നു കേട്ടോ. വൈഡ് റേഞ്ച് ഓഫ് ഫുഡും അതുപോലെ കോക്ടെയിൽസും മോക്ടെയിൽസും ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ ഏതാണെങ്കിലും ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി സ്റ്റാർട്ടർ ആയിട്ടുള്ള ഒരു സ്റ്റർ ഫ്രൈഡ് ചിക്കൻ ആണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഇവിടുത്തെ ഷെഫ് പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ഈ ഒരു ഐറ്റം ട്രൈ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 6 വലിയ പീസിലുള്ള ചിക്കൻ ഇങ്ങനെ സ്റ്റർ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നേക്കാണ്. അതിൻ്റെ കൂടെ കുറച്ച് സാലഡും പിന്നെ ഒരു ഡിപ്പും തന്നിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. നിറയെ കുരുമുളക് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ലപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ഇത് പ്രിപ്പയർ ചെയ്തേക്കാണ്. പുറമേ നല്ല ക്രിസ്പിയാണ്, പക്ഷേ ചിക്കൻ ഒട്ടും ഹാർഡല്ല, അത് അകത്തോട്ട് നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ ഇവരൊരു സാലഡ് തന്നിട്ടുണ്ട്. ഇത് ഓണിയനും അതുപോലെ ബീറ്റ്റൂട്ട്, ക്യാബേജ് എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് എനിക്ക് തോന്നുന്നു വിനീഗർ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇവരുടെ ഒരു പൈനാപ്പിൾ ഡിപ്പാണ് ഇതിൻ്റെ കൂടെ തന്നേക്കുന്നത്.
ഇത് ശരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. അതിന് കുറച്ചൊരു സ്വീറ്റ്നെസ്സിനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പൈനാപ്പിളിൻ്റെയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സ്വീറ്റ്നെസ്സും എല്ലാം കൂടെ. അപ്പോൾ ഈ ചിക്കൻ്റെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. എനിക്ക് ഈ സ്റ്റാർട്ടർ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു സ്റ്റാർട്ടർ ട്രൈ ഔട്ട് ചെയ്യണം. ഇതിൻ്റെ കൂടെ തരുന്ന ആ സാലഡ് ഉണ്ടല്ലോ, അതിനും ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഐറ്റംസ് ഇന്ന് ട്രൈ ഔട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്കോപ്പ് കാണുന്നില്ല. കാര്യം ഈ ഒരു സ്റ്റാർട്ടർ തന്നെ നല്ല ഹെവിയാണ്. ഞാൻ ഏതാണെങ്കിലും 1-2 ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി കോക്ടെയിലും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്റ്റാർട്ടർ ഉണ്ടല്ലോ, ഈ സ്റ്റർ ഫ്രൈഡ് ചിക്കൻ, ഇത് ശരിക്കും 2 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വളരെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ഫുഡ് ഇങ്ങനെ വന്നു തുടങ്ങി. ഞാൻ അധികം ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഒരു ഫ്രൈഡ് റൈസും അതിൻ്റെ കൂടെ ഒരു ബീഫും ആണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഈ ഒരു ഐറ്റം, ഈ ഒരു സ്റ്റാർട്ടർ ഉണ്ടല്ലോ, ഇത് ശരിക്കും ടോപ്പ് ക്ലാസ് ഐറ്റമാണ്. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. സൂപ്പറായിട്ടുണ്ട്. ബീഫ് വിത്ത് ബെൽ പെപ്പേഴ്സ്, അതാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്ന ഒരു ഐറ്റം. നല്ല രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കളർഫുള്ളും ആയിട്ടില്ലേ ആ ബെൽ പെപ്പേഴ്സ് ഒക്കെ കിടക്കുന്നത് കൊണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഫ്രൈഡ് റൈസ് ആണ്, ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. ഇത് കണ്ടിട്ട് നല്ല ഹെവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ക്വാണ്ടിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്താണെങ്കിലും ഒരു കോക്ടെയിൽ വന്നിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ബ്ലൂ ലഗൂൺ എന്ന് പറയുന്ന കോക്ടെയിലാണ്. അപ്പോൾ ഇതും കൂടെ എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഒരുപാട് വെറൈറ്റീസ് ഓഫ് കോക്ടെയിൽസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ മോക്ടെയിൽസും ഉണ്ട്, പിന്നെ പല തരത്തിലുള്ള ഡ്രിങ്ക്സും. ഈ കോക്ടെയിലിനകത്ത് നിറയെ ഐസ് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കുടിക്കുമ്പോൾ തന്നെ ആ ഒരു റിഫ്രഷിങ് ഫീലാണ് കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് ലൈമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു സിറപ്പും എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോഴത്തേക്ക് ശരിക്കും ആ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു കോക്ടെയിൽ തന്നെയാണ്. ഇപ്പം ഞാൻ ഏതാണെങ്കിലും കുറച്ച് ഫ്രൈഡ് റൈസും അതിൻ്റെ കൂടെ ആ ബീഫും എടുത്തിട്ടുണ്ട്. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഭയങ്കര ക്വാണ്ടിറ്റിയാണ് ഇവിടെ ആ ഫ്രൈഡ് റൈസ്. പകുതി പോലും എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. നല്ല ടിപ്പിക്കലായിട്ടുള്ള നല്ല ക്ലാസിക് ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ്. കൊള്ളാം. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയാണ് അവർ ആ ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. റെസ്റ്റോ ബാറുകളിൽ എപ്പോഴും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഭയങ്കര വെറൈറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇനി ഈ ബീഫും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ബീഫും സൂപ്പറായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് ബീഫിനും വരുന്നത്. അത് ഭയങ്കര സോഫ്റ്റ് അല്ല, കുറച്ചൊരു ഹാർഡ്നെസ് അതിന് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ശരിക്കും എപ്പോഴും ബീഫ് കുറച്ചൊന്ന് ഹാർഡായിട്ടിരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അതിൻ്റെ കൂടെ ആ പലതരത്തിലുള്ള പല കളേഴ്സിലുള്ള ബെൽ പെപ്പേഴ്സും എല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ഫീൽ ചെയ്യും. ഓവർ സ്പൈസി അല്ല ബീഫ്, പക്ഷേ ഈ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ അതൊരു നല്ല കോമ്പിനേഷനായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. 2 പേര് വന്നു കഴിഞ്ഞാൽ വളരെ സഫീഷ്യൻ്റ് ആണ് ഇവിടുത്തെ ഒരു ഫ്രൈഡ് റൈസും അതുപോലെ ഈ ഒരു ബീഫും. അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഇവിടെ അവൈലബിൾ ആണ്. ഈ ബ്ലൂ ലഗൂൺ എന്ന് പറയുന്ന കോക്ടെയിൽ ശരിക്കും ഒരു ക്ലാസിക് ഐറ്റം തന്നെയാണ്. എനിക്ക് ഈ ബീഫ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ അതിൻ്റെ പകുതി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ബാക്കി പകുതി ഞാൻ പാർസലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് ശരിയാക്കി കൊടുക്കാം. കാര്യം ഇതൊരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഫ്രൈഡ് റൈസും ബീഫുമാണ്. അപ്പം ആ തന്ന ഫ്രൈഡ് റൈസിലെ ഹാഫ് പോർഷൻ ഞാൻ കഴിച്ചു. ബാക്കി ഞാൻ പാർസലാക്കിയിട്ടുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് വളരെ പീസ്ഫുൾ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിക്കും ഒക്കെ കേട്ടോണ്ടിരുന്ന് നമുക്ക് നല്ല രീതിയിൽ ഇവിടുന്ന് ഒരു ഫുഡ് കഴിച്ചിട്ട് പോകാനായിട്ട് സാധിക്കും. ഒരു റെസ്റ്റോ ബാറിന് എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ളത് ആ ക്വാളിറ്റീസ് എല്ലാം ഈ ഒരു റെസ്റ്റോ ബാർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അതെ, ഞാൻ വാങ്ങിയ ഫുഡിൻ്റെ ഹാഫ് പോർഷൻ അവരെനിക്ക് പാർസലാക്കി തന്നിട്ടുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഹോസ്പിറ്റാലിറ്റിയാണ്. കൂടുതൽ പേരും നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ നിന്ന് വന്നേക്കുന്ന ലേഡീസാണ്. നല്ല ആ ഒരു സർവീസാണ് അവർ തരുന്നത്. ഈ ഒരു റെസ്റ്റോ ബാർ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം. നിങ്ങൾ നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യും. അപ്പം ഞാൻ ഇവിടുത്തെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു മെനു കാർഡ് കൂടെ ഒന്ന് കാണിക്കാം. അതിനകത്ത് പല വെറൈറ്റി ഐറ്റംസ് അവൈലബിൾ ആണ്. അതിൻ്റെ റേറ്റ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ സോളോ ആയിട്ട് വന്നതുകൊണ്ട് തന്നെ എനിക്ക് വളരെ കുറച്ച് ഫുഡ് മാത്രമേ ഓർഡർ ചെയ്യാൻ സാധിച്ചുള്ളൂ. നിങ്ങളൊരു ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ചോയ്സ് ആണ്. അതുപോലെ തന്നെയാണ് ഇവരുടെ കോക്ടെയിൽസും മോക്ടെയിൽസും. അപ്പം നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഈ റെസ്റ്റോ ബാർ ട്രൈ ഔട്ട് ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് ട്രാൻസ് റെസ്റ്റോ ബാറിലെ വിശേഷങ്ങൾ, അവിടുത്തെ ഫെസിലിറ്റീസ്.
എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ആ ഫുഡ്, അതുപോലെ സ്റ്റാഫിന്റെ ഹോസ്പിറ്റാലിറ്റി, പിന്നെ നല്ല കൂൾ ആംബിയൻസ്, അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല ലൈറ്റിങ്ങും നല്ല മ്യൂസിക്കും ഒക്കെ പ്ലേ ചെയ്തിട്ട് വളരെ പീസ്ഫുൾ ആയിട്ട് നമുക്ക് ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ നമുക്ക് പോയിരുന്ന് ചില്ല് ചെയ്യാനായിട്ട് പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. നല്ല ഫുഡാണ് അവിടെ സെർവ് ചെയ്യുന്നത്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ പലതരത്തിലെ കോക്ടെയിൽസ്, അതുപോലെ മോക്ടെയിൽസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ റെസ്റ്റോ ബാർ ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്തു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമന്റ്സ് കൂടെ തരണേ. ഞങ്ങളുടെ ചാനലായ ഡൊമിനോ ദീപക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ. അതുപോലെ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡൊമിനോ ദീപക്സ് എന്നൊരു പേജ് ഉണ്ട്, അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.